ഇപ്പോൾ വരുന്ന ഒരു റിപ്പോർട്ടിലേക്കാണ്. CPM നേതാവ് KJ ഷൈന് എതിരായ സൈബർ ആക്രമണ പരാതിയിൽ രണ്ടാം പ്രതി KM ഷാജഹാന്റെ വീട്ടിലും പോലീസ് പരിശോധന. തിരുവനന്തപുരത്തെ വീട്ടിലാണ് പരിശോധന. ഹാജരാകാൻ പോലീസ് നോട്ടീസ് നൽകുകയും ചെയ്യും. ആൻമരിയ വിവരങ്ങൾ നൽകും കൊച്ചിയിൽ. ആൻമരിയ, ഇന്ന് വ്യാപകമായി ഈ വിഷയത്തിൽ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടവരുടെ വീടുകളിൽ പരിശോധന നടക്കുന്നുണ്ടായിരുന്നു. മൊബൈൽ ഫോണുകൾ പിടിച്ചെടുക്കുന്നുണ്ടായിരുന്നു. നാളെ ഹാജരാകാൻ നോട്ടീസ് നൽകുന്നുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ KM ഷാജഹാന്റെ വീട്ടിലും റെയ്ഡ് നോട്ടീസ് നൽകി പോലീസ് മടങ്ങും എന്ന് കരുതാം അല്ലേ? വിജയകുമാർ, തീർച്ചയായിട്ടും ഇന്ന് ഉച്ചയോടുകൂടി തന്നെയാണ് പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അതിവേഗത്തിലുള്ള ഒരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘം ആദ്യഘട്ടത്തിൽ ഒന്നാം പ്രതിയായിട്ടുള്ള ഗോപാലകൃഷ്ണന്റെ വീട്ടിൽ പരിശോധന നടക്കുന്നു. പിന്നീട് മൂന്നാമതൊരാൾ കൂടി ഈ കേസിൽ പ്രതി ചേർത്തിട്ടുണ്ടായിരുന്നത് യൂട്യൂബറായിട്ടുള്ള യാസിർ എന്ന് പറയുന്ന ആളെയാണ് പ്രതിപട്ടികയിലേക്ക് ഉൾപ്പെടുത്തിയിരുന്നത്. മൂന്നാം പ്രതിയായിട്ടാണ് ഇയാൾക്കെതിരെ കേസെടുത്തിരുന്നത്. ആ വ്യക്തിയുടെ മലപ്പുറത്തുള്ള വീട്ടിലും പോലീസിന്റെ പരിശോധന നടക്കുന്നു. പിന്നീട് പോലീസിനുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപിലുണ്ടായിരുന്ന ഒരു വെല്ലുവിളി KM ഷാജഹാൻ വീട്ടിൽ പരിശോധന നടത്തുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ ഇവർക്ക് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൃത്യമായിട്ടുള്ള തെളിവുകൾ ലഭിക്കുന്നതിൽ ഒരു പരിമിതി അന്വേഷണ സംഘത്തിന് നേരിടേണ്ടതായി വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ തിരുവനന്തപുരത്തുള്ള KM ഷാജഹാന്റെ വീട്ടിൽ പോലീസിന്റെ പരിശോധന നടക്കുകയാണ്. അത് പറവൂരിലുള്ള പോലീസ് ടീമും അതോടൊപ്പം തന്നെ സൈബർ ടീമും, അത് മുനമ്പൻ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിലെ അംഗങ്ങളാണ്. ഇവരുടെ നേതൃത്വത്തിലാണ് തിരുവനന്തപുരത്തുള്ള KM ഷാജഹാന്റെ വീട്ടിൽ ഇപ്പോൾ പരിശോധന നടക്കുന്നത്. അവിടെ നിന്ന് വിവരങ്ങൾ ശേഖരിക്കും. പിന്നീട് അവിടെ മൊഴി രേഖപ്പെടുത്തും. പിന്നീട് ഇവർക്ക് നോട്ടീസ് നൽകും. നാളെ ഹാജരാകാൻ വേണ്ടിയിട്ടാണ് ഈ 3 പേർക്കും പോലീസ് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത്. നാളെ 10 മണിക്ക് പോലീസ് സ്റ്റേഷനിൽ മുനമ്പൻ ഡിവൈഎസ്പിയുടെ ഓഫീസിന് മുൻപിലോ ആലുവ സൈബർ ഡോമിന് മുമ്പിലോ ഹാജരാകണമെന്ന് കാണിച്ചുകൊണ്ടാണ് പോലീസ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. എന്തായാലും കേസുമായിട്ടുള്ള അതിവേഗത്തിലുള്ള നടപടിയിലേക്കാണ് പോയിരിക്കുന്നത്. KM ഷാജഹാനെതിരെ KJ ഷൈൻ മാത്രമല്ല, അതോടൊപ്പം തന്നെ 3 MLA-മാർ, CPM-ന്റെ 3 MLA-മാർ കൂടി ഈ കേസുമായി ബന്ധപ്പെട്ട് തന്നെ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് KM ഷാജഹാനെതിരെയുള്ള തെളിവുകൾ കൂടുതൽ ശേഖരിക്കുക എന്ന രീതിയിലേക്ക് പോലീസിന്റെ അന്വേഷണം നടന്നത്. അതുകൊണ്ടാണ് അവസാന ഭാഗത്തേക്ക് KM ഷാജഹാന്റെ വീട്ടിലെ പരിശോധന എന്ന രീതിയിലേക്ക് മാറ്റി നിർത്തേണ്ടതായിട്ട് വന്നത്. കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കുകയാണ്. സൈബർ അതിക്രമ പരാതി ആയതുകൊണ്ട് തന്നെ അതിനകത്ത് ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസിന് ശേഖരിക്കേണ്ടതായുണ്ട്. അത് ഉൾപ്പെടെ ശേഖരിച്ചുകൊണ്ടാണ് പോലീസ് ഈ 3 പ്രതികളുടെയും വീട്ടിൽ ഇപ്പോൾ പരിശോധന നടത്തുകയും അതോടൊപ്പം തന്നെ നിലവിൽ ഇവർക്ക് നോട്ടീസ് നൽകുകയും ചെയ്തിരിക്കുന്നു. 2 പ്രതികൾക്ക് പോലീസ് ഇപ്പോൾ നോട്ടീസ് നൽകിയിട്ടുണ്ട്. യാസിറിനും ഗോപാലകൃഷ്ണനും നാളെ ഹാജരാക്കാൻ നോട്ടീസ് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ KM ഷാജഹാനും നാളെ ഹാജരാകണമെന്ന് കാണിച്ചുകൊണ്ട് നോട്ടീസ് നൽകും. ഇതിനിടയിലാണ് മറ്റൊരു പരാതി കൂടി വന്നിരിക്കുന്നത്. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റിനെതിരെയാണ് KJ ഷൈൻ ഇപ്പോൾ ഒരു പരാതി നൽകിയിരിക്കുന്നത്. അത് പറവൂർ ബ്ലോക്ക് പ്രസിഡന്റ് MS റജിക്കെതിരെയാണ് പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതിയിൽ പറയുന്നത് പേര് പരാമർശിച്ച് അപവാദ പ്രചാരണം നടത്തിയതിനാണ് പരാതി. ഇതുമായി ബന്ധപ്പെട്ടും ഒരു കേസിലേക്ക് കടക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. വിജയകുമാർ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.